ഇത്തവണ ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിക്കണം മക്കളെ. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എനിക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. അതെന്ത് പറ്റി? കഴിഞ്ഞ വർഷം ഞാന് ജയിലില് അല്ല അതെ ജയിലിലോ? അല്ല, ജയിലിലല്ല. എന്റെ കൂട്ടുകാരി ജയലളിതയുടെ ഭർത്താവ് കഴിഞ്ഞ ക്രിസ്മസിനാ മരിച്ചത്. അതുകൊണ്ട് ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയൊരു പുൽക്കൂടൊക്കെ ഒരുക്കണായിരുന്നോ? ക്രിസ്മസ് ന്യൂ ഇയറും അടിച്ചു പൊളിക്കാന്ന് അമൃതിച്ച് സമ്മതിച്ചതല്ലേ? അതെ, നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത് തന്നെയാ. എന്നാലും ആതിരെ ആരാധ്യം പോകുന്നതിന്റെ വിഷമം കൊണ്ട് എനിക്കെന്തോ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഓർക്കുമ്പോ സങ്കടം വരും. ചേച്ചി ഇങ്ങനെ വിഷമിക്കാൻ ഞങ്ങള് ജയിലിലേക്കൊന്നും അല്ലല്ലോ പോകുന്നത്, ജോലി ചെയ്യാനല്ലേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടെ ജയിലെന്നും പറഞ്ഞ എന്നെ പേടിപ്പിക്കുന്നത്? ചേട്ടത്തി എന്തിനാ ജയിലെന്ന് കേൾക്കുമ്പോ പേടിക്കുന്നേ? എനിക്കെന്തോ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ വല്ലാത്ത പേടിയാ. ഞങ്ങള് യൂണിഫോം ഒന്ന് ഇട്ടോട്ടെ, വെലസി നടക്കുന്ന പല കുറ്റവാളികളെയും ഞങ്ങൾ അഴിക്കുള്ളിലാക്കും. ഇനി ഇവിടെ നിന്നാ കുറ്റവാളികളുടെയും ജയിലിന്റെയും ലോക്കപ്പ് മർദ്ദനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവളുമാര് എന്റെ മനസ്സമാധാനം കളയും. അയ്യോ, കേക്ക് ഫ്രിഡ്ജിലൊക്കെ ഞാൻ മറന്നു. ഞാനതേ വെച്ചിട്ട് വരാട്ടാ. പിടിച്ച മോളെ. അയ്യോ, ചേച്ചി, ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയും പുൽക്കോടും ഒക്കെ കണ്ടിട്ട് ചേച്ചി അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും സംഭവം അടിപൊളിയായി. ഈ ക്രിസ്മസ് നമ്മൾ പൊളിക്കും മക്കളെ. അതാണ് കട്ട വൈബ്. കർത്താവേ, ഇരട്ടകൾ പോലീസായാ പിന്നെ നഷ്ടപ്പെടാൻ പോകുന്നത് എന്റെ മനസ്സമാധാനാണല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.